നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വിവാദമായ തൊടുപുഴ മുനിസിപ്പാലിറ്റി മുതലിയാർമഠം കാഞ്ഞിരമറ്റം 21, 23 വാർഡിലെ വെള്ളക്കെട്ടുമായിട്ടുണ്ടായ തർക്ക വിഷയം നാട്ടുരാജ്യ ന്യൂസ് അവിടുത്തെ റെസിഡന്റ് അസോസിയേഷൻകാരുമായി ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ അന്വേഷിച്ചെന്നതാണ്. ആ വാർഡിലെ വികസനവുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരായ ശ്രീ രാജശേഖരനും ശ്രീലക്ഷ്മിയും പറയുന്ന യാഥാർത്ഥ്യങ്ങൾ. മുതലിയാർമഠം റോഡ്, ആ റോഡിൽ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സമീപവാസികൾ മതിൽ കെട്ടി അടച്ചതുകൊണ്ട് വെള്ളം ഒഴുകി പോകാതെ വെള്ളക്കെട്ടായിട്ടുള്ള രൂക്ഷമായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നു. അതോടൊപ്പം അതിലെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ 21, 23 വാർഡുകളിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 7 ലക്ഷം രൂപയുടെ ടാറിങ് പൂർത്തീകരിച്ചു. അതുകൂടാതെ 10 ലക്ഷം രൂപയുടെ ടൈലിടുന്ന വർക്ക് ടെൻഡർ ചെയ്യുകയും അതിൻ്റെ എഗ്രിമെൻ്റ് വെച്ച് ഏതാനും ദിവസങ്ങൾക്കകം ടൈൽ വർക്ക് ആരംഭിക്കാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 6 ലക്ഷം രൂപ ഈ വർഷത്തെ പദ്ധതി വിഹിതത്തിൽ നിന്ന് വെച്ച് അതിന് DPC അംഗീകാരം കിട്ടുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. അങ്ങനെ ഏകദേശം 400 മീറ്റർ ദൂരത്തിലുള്ള റോഡിന് വേണ്ടി 22 ലക്ഷം രൂപ തൊടുപുഴ നഗരസഭയിൽ ചെലവഴിച്ച ഏക റോഡ് തൊടുപുഴ മുതലിയാർമഠം റോഡാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ചില ആളുകൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്നതായിട്ടാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലുമൊക്കെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്താക്കിയ കൗൺസിലറാണ് എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം നടക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തൊടുപുഴ നഗരസഭയിലെ എല്ലാ വാർഡുകളിലേക്കും 87,000 രൂപ വെച്ച് സാനിറ്റേഷൻ ഫണ്ട് ഉണ്ട്. അത് ഓരോ വാർഡിലെയും ഓടകൾ ക്ലീൻ ചെയ്യുവാനും വെള്ളക്കെട്ട് ഒഴിവാക്കുവാനും വേണ്ടിയുള്ള പ്രവർത്തനം നടന്നു വരികയും ഏകദേശം എൻ്റെ വാർഡിലെ കുറേ വർക്കുകൾ തീർന്നു. ഇനി ഉണ്ടായിരുന്ന ഒരു വർക്ക് തീരാനുണ്ടായിരുന്നു മുതലിയാർമഠം റോഡിലെ വെള്ളക്കെട്ടിനായിരുന്നു. അത് ചെയർമാനും കൂടെ ഇടപെട്ടുകൊണ്ട് ചെയർമാനെ അതിനകത്ത് ബന്ധപ്പെടുത്തി ചെയ്താൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ള അറിയാവുന്നതുകൊണ്ട് ഞാനും ശ്രീലക്ഷ്മിയും ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ട് ചെയർമാൻ അവിടെ വരികയും സ്ഥലം സന്ദർശിച്ച്, ഇതിനു മുമ്പ് ചെയർമാനായിരുന്ന സനീഷ് ജോർജും അവിടെ വന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഈ ഒപ്പം ദീപക് ചെയർമാൻ അവിടെ വരികയും അതിന് പരിഹാരം കാണാം എന്ന് ഞങ്ങളോട് 2 പേരോടും പറഞ്ഞു. ഇന്ന് വൈകുന്നേരം JCB ഉപയോഗിച്ച് നമുക്കത് തുറന്നു വിടാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും അവിടെ പോയി നോക്കി നിന്നില്ല എന്നുള്ളൊരു കുഴപ്പമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായുള്ളൂ. പക്ഷേ ആ വർക്ക് അവിടെ നടക്കുന്നത് കണ്ടുകൊണ്ട് തൊട്ടടുത്ത വാർഡിലെ കൗൺസിലർ, പുറത്താക്കിയ കൗൺസിലർ അവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുത്ത് ഞാനാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദി എന്നുള്ള രീതിയിൽ, ഞാനാണ് കാരണമാണ് വെള്ളക്കെട്ട് ഒഴിവാക്കിയതെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും പല ആവർത്തി ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു റോഡിലെ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് കുറേ നാളുകളായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മതിൽക്കെട്ടുകൾ വന്ന ശേഷം വന്നിട്ടുള്ളതാണ്. അതുകൂടാണ്ട് അതിലെ വെള്ളം പോകരുത് എന്ന ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് ആ 2 മതിൽക്കെട്ടിനകത്തും കോൺക്രീറ്റ് കുത്തി നിറച്ച് വെള്ളം ഒഴുകാതിരിക്കാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ആ വെള്ളക്കെട്ടിന് കാരണം എന്ന് പറയുന്നത്. എന്നാൽ ആ റെസിഡൻസ് അസോസിയേഷൻകാർ പറയുന്നത് 5 അടങ്ങഴി കറക്കാനുണ്ട്, പശു ചുരത്തില്ല. 5 വർഷമായിട്ട് ശാശ്വത പരിഹാരമില്ലാതെ കിടക്കാവുന്ന വെള്ളക്കെട്ടാണ് ഒരു നിമിഷം കൊണ്ട് തന്നെ പരിഹാരമുണ്ടായതിൽ സന്തോഷത്തിലാണ് ആ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ. ഒരു പാർട്ടിയിൽപ്പെട്ട 3 കൗൺസിലർമാർ ഈ ഒരു പ്രദേശത്തെ പറ്റി തർക്ക വിഷയം ഉന്നയിക്കുന്നതിൽ ഒരു യാഥാർത്ഥ്യവും ഇല്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. മഴ പെയ്ത് വെള്ളക്കെട്ട് രൂക്ഷമായപ്പോൾ യാദൃശികമായി അതിലെ വന്ന കൗൺസിലറോട് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ചെയർമാൻ അപ്പോൾ തന്നെ സ്ഥലം സന്ദർശിക്കുകയും വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് ഒരു ചെറിയ വാർത്ത പൊളിച്ചെടുക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം തൊടുപുഴ മുനിസിപ്പാലിറ്റി 21, 23 വാർഡിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്ന ഈ റോഡ് സ്വഹൃദയ റെസിഡൻസ് അസോസിയേഷൻ, അതാണ്ട് 10-60 വീട്ടുകാര് ഇവിടെ താമസിക്കുന്നതാണ്. പക്ഷെ ഈ റോഡ് അപ്പുറം വരെ റോഡ് ടാർ ചെയ്ത് വന്നിട്ടുണ്ട്, ഇപ്പുറത്തും ടാർ ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഈ നടുക്ക് മാത്രം ഈ വെള്ളക്കെട്ടുമായിട്ട് ഇങ്ങനെ ഒരു 5 വർഷത്തോളമായി ഇത് കിടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ മഴക്കാലമാണ്, ഈ വെള്ളം കെട്ടി നിന്ന് ഇവിടെ കാൽനട യാത്രക്കാർക്ക് ഈ സ്കൂൾ സമയത്തൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കൗൺസിലർമാരെയും തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. മഴ കൊണ്ട് അവർക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റില്ല. അവർ നല്ല രീതിയിൽ പണിയാനായിരിക്കും ചിലപ്പോൾ പ്ലാൻ ഇട്ടത്. പക്ഷെ അത്യാവശ്യം കാര്യങ്ങൾ നടക്കണ്ടേ? അതിന് എന്ത് ചെയ്തു ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ
പറയുകയാണ്. അതിന് നിരപരാധിപ്പെട്ട ചില കൗൺസിലർമാർ പേരുദോഷം കേൾക്കേണ്ട ഒരു ഗതികേടായി. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണ്. നല്ല കാര്യങ്ങൾ ചെയ്താലും പേരുദോഷം, ഇതാണ് അവസ്ഥ. അതിന്റെ യഥാർത്ഥ സംഭവങ്ങൾ നമുക്ക് ഇവിടെ അനുഭവസ്ഥയിൽ അനുഭവിച്ച റെസിഡൻസ് അസോസിയേഷൻകാരുമായി ചോദിച്ച് നിങ്ങളെ മുന്നിലെത്തിക്കുകയാണ്. ഈ മഴക്കാലം തുടങ്ങി ശരിക്കും ഇവിടെ വെള്ളക്കെട്ട് തുടങ്ങിയിട്ട് 4-5 വർഷമായി. ഈ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയത്ത് ഇതിൽ ഒരു തരത്തിലും പോകാൻ പറ്റാവുന്ന ആൾക്കാർ ബുദ്ധിമുട്ടുന്ന സമയത്ത് 22ാം വാർഡ് കൗൺസിലർ ഇതിലേ വന്നു, ജിതേഷ് ഇതിലേ വന്നു. അപ്പോൾ എല്ലാവരും കൂടെ ജിതേഷിനോട് പരാതി പറഞ്ഞു, ഈ വെള്ളക്കെട്ട് എത്ര കാലമായി ഞങ്ങൾ സഹിക്കുന്നു, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പാടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ജിതേഷ് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ ചെയർമാൻ ദീപകിനെ വിളിച്ചു. ദീപക് പറഞ്ഞു ചേട്ടാ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞു. ദീപക് അരമണിക്കൂർ കൊണ്ട് ദീപക് സ്ഥലത്ത് വന്നിട്ട് അപ്പോൾ ഈ വെള്ളക്കെട്ടിന്റെ സ്ഥിതി മനസ്സിലാക്കി. ദീപക് പറഞ്ഞു താൽക്കാലികമായിട്ട് ഞാനൊരു എന്തെങ്കിലും നടപടി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ താൽക്കാലികമായിട്ടൊരു ഓട ഉണ്ടാക്കുകയും വെള്ളം തുറന്ന് പോകാനുള്ള സൗകര്യം ചെയ്തു. അത് ഞങ്ങൾക്ക് ഈ സമയത്ത് ഈ വെള്ളക്കെട്ടുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും നല്ല കാര്യം ചെയ്തതെന്നാണ്. അതാണ് ഞങ്ങൾക്ക് ഇപ്പോഴുണ്ടായ അനുഭവം. ഇന്നലെ പത്രവാർത്തയില് ശ്രീലക്ഷ്മിയുടെ നിരന്തര ഇടപെടലുകൊണ്ട് കാണിച്ചുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ട് മാറ്റിയെന്ന് പറഞ്ഞു. അത് ശരിയല്ല. ഞങ്ങള് ചെയർമാൻ വന്നത് മുതൽ ഇവിടെ കാണുന്നതാണ്. ആ സമയത്ത് ഇവിടെ ഈ വാർഡിന്റെ കൗൺസിലർമാരോ 21ലെ കൗൺസിലറോ 23ാം വാർഡിലെ കൗൺസിലറോ ഇവിടെ ഇല്ലായിരുന്നു. ഇത് ശരിക്കും ഞങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് വിദേശ അപ്പം തന്നെ ദീപകിനെ വിളിക്കുകയും ദീപക് വന്ന് ഇതിന് പരിഹാരം കാണുകയും ചെയ്തു. അസോസിയേഷനിലെ സെക്രട്ടറി ഉൾപ്പെടെ ഇവര് പറഞ്ഞതിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചെയർമാന്റെ ഒരു രീതി സ്വഭാവം അതാണ്. രാഷ്ട്രീയമോ അതൊന്നും നോക്കാതെ എവിടെ പ്രതിസന്ധികളുണ്ടോ അവിടെ തരണം ചെയ്യുക. അതാണ് ഇപ്പൊ തൊടുപുഴ ഈ മഴയത്തൊന്നും വെള്ളമൊന്നും ഇല്ലാത്ത ഓടകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും ഒരു അനുഭവം ഉണ്ടായി, പറയാതിരിക്കാൻ വയ്യ ഈ സമയത്ത്. അതായത് വെങ്കിലൂർ കഴിഞ്ഞ് കുറച്ചൊക്കെ കയറി കഴിയുമ്പോൾ കാലങ്ങളായിട്ട് ഒരു പാല് വിൽപ്പന കേന്ദ്രത്തിന്റെ മുന്നിൽ വെള്ളക്കെട്ടായിരുന്നു. അപ്പൊ അവിടെ പാല് മേടിക്കാൻ വന്നവരുടെ മേത്ത് വരെ വെള്ളം വന്ന് വാഹനം പോകുമ്പോൾ തിരിച്ച് കയറുന്ന ഒരു അവസ്ഥയായിരുന്നു. സ്കൂൾ കുട്ടികളെല്ലാം വളരെ ബുദ്ധിമുട്ടി അതിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാനത് കണ്ടിട്ട് ചെയർമാനെ ഇങ്ങനെ എന്താണ് നമുക്ക് പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനൊരു അവസ്ഥയാണെന്ന് വലിയ വാർത്തപ്പെടണ്ട, ഞാനത് പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ നേരം മണിക്ക് രാവിലെ ഞാൻ പാല് മേടിക്കാൻ വന്നപ്പോൾ 7 മണിക്ക് ആ ഓട അടക്കി ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ചെയർമാന്റെ ഒരു സ്വഭാവം. BJP-യിൽ നിന്നും പുറത്താക്കപ്പെട്ട 25ാം വാർഡ് കൗൺസിലർ ജിതേഷ് ഇതിന് ക്രെഡിറ്റ് ഏറ്റെടുത്തു എന്നാണ് ആ വാർഡുമായി അവകാശികളായ കൗൺസിലർമാർ പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് കാര്യങ്ങൾ ആരുമൂലം നടത്തി, അതാണ് അവർക്ക് പ്രാധാന്യം. അതും അവസരപ്പെട്ട സമയത്ത് തന്നെ അതിൽ പരിഹാരമുണ്ടായതിലാണ് അവരുടെ സന്തോഷം. ഇനിയും പണികൾ അവിടെ ബാക്കി കിടക്കുകയാണ്. ഇതൊരു തർക്കവിഷയമായി നിലനിൽക്കാതെ ബാക്കിയുള്ള പണികൾ പൂർത്തീകരിച്ച് രാജ്യത്ത് പക്ഷപാതം കാണിക്കാതെ വികസനം നടക്കുന്ന പ്രധാനമന്ത്രിയുടെ അനുയായികളാണ് നമ്മളെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.